ഹായ് ഓൾ, വെൽക്കം ടു ഹോംലി പ്രോഫിറ്റ്സ്. ഇന്ന് ഓഗസ്റ്റ് 19-ാം തീയതിയാണ്. ഞാൻ ഇവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. അപ്പം ഇന്നലെ ഒരു നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പം ഇന്നലത്തെ ഒരു അനാലിസിസ് ഞാൻ ചെയ്തിട്ടില്ല. ഇന്നലെ എനിക്കൊരു ഇൻ്റർനെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഇന്നലത്തെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ആ ഒരു സെയിം റേഞ്ചിൽ തന്നെയാണ് ഇന്ന് ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത്. അപ്പം ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഒരു വിക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഒരു ഹൈയും ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ഒരു ലോയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഇന്ന് ഒരു റേഞ്ച് ഫോം ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ ഒരു റേഞ്ചിലാണ് ഇന്ന് 2 ദിവസമായിട്ട് ഇപ്പം മാർക്കറ്റ് ഉള്ളത്. അപ്പം ഇനിയിപ്പം നാളെ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ലോങ്ങും ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിലൊരു ഷോർട്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കൂടുതൽ അനാലിസിസിന് വേണ്ടി 50 മിനിറ്റ്സിൻ്റെ ചാർട്ട് എടുക്കാം. ഇപ്പോൾ 50 മിനിറ്റ്സിൻ്റെ ചാർട്ട് എടുക്കുമ്പം നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഇന്നലെ ഓപ്പൺ ആയത്. അപ്പോൾ ഈ ഒരു ഹൈ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഈ ഒരു ഹൈ ഈ ഒരു ലെവലിന് നമുക്ക് നല്ലൊരു അത് 25,000 എന്നുള്ള നല്ല ഒരു റൗണ്ട് ലെവലും കൂടിയാണ്. അപ്പോൾ അതിന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഒരു സപ്പോർട്ട് സോൺ ആയി നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ അതായത് 2 ദിവസത്തെ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു ലെവൽ നല്ല ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ടും വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് മെയിനായിട്ട് വരുന്ന ഒരു റെസിസ്റ്റൻസ് സോണ്, ഇതാണ് ഒരു മെയിനായിട്ട് വരുന്ന ഒരു സപ്പോർട്ട് സോണ്. താഴേക്ക് നോക്കുകയാണെങ്കിൽ അടുത്തൊരു മെയിൻ സപ്പോർട്ട് വരുന്നത് ഈ ലെവലിൽ നമുക്കൊരു അടുത്തൊരു സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഈ ഒരു ലെവൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ല ഗ്യാപ്പ് അപ്പ് ആയിട്ട് വന്ന ഒരു ഏരിയ ആണ്. അപ്പം ഇനി താഴേക്ക് പോവുകയാണെങ്കിൽ ഇത് ഫില്ല് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഇനിയിപ്പോൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് വരുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഒരു 25-250 റേഞ്ചിലാണ് ഒരു അടുത്തൊരു റെസിസ്റ്റൻസ് സോണ് നമുക്ക് വരുന്നത്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ലെവൽസ്. ഇതാണ് മെയിനായിട്ട് വരുന്ന 2 റെസിസ്റ്റൻസ് സോണ്, ഇത് രണ്ടുമാണ് മെയിനായിട്ട് വരുന്ന ഒരു സപ്പോർട്ട് സോണായിട്ട് വരുന്നത്. ഇന്ന് മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്ന ഈ ഒരു റേഞ്ചിലാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ഗ്യാപ്പ് അപ്പ് ആയിട്ടൊക്കെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു ലോങ് ട്രിഗർ ആവും. 2 ദിവസത്തെ ഒരു റേഞ്ചിന് പുറത്താണ് അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ആവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് സോൺ വരെയൊക്കെ നമുക്ക് ലോങ് നോക്കാൻ പറ്റുന്ന എൻട്രി ആയിരിക്കും. അതല്ല ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആയിട്ടാണെങ്കിൽ ഇപ്പം ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഇവിടേക്ക് ഒരു ചെറിയ ഗ്യാപ്പ് ഡൗൺ ആയി ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ നിന്ന് പറഞ്ഞാൽ 2 ദിവസത്തെ ഒരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് താഴേക്ക് നല്ല മൂവ് കിട്ടുള്ളൂ. ഇപ്പം ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്ത് നമുക്കൊന്ന് ഈ ഒരു ലെവലിനെ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് ഒരു ഷോർട്ടും നമുക്ക് കിട്ടും. അതല്ല ഈ ഒരു റേഞ്ചിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ടാണെങ്കിൽ പോലും ഈ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പുൾ ബാക്ക് എടുത്ത് അല്ലെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ലോങ് നോക്കാം. അപ്പം ഫ്ലാറ്റ് ഓപ്പൺ ആണെങ്കിലും ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഒന്ന് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാളെ നല്ല ലോങ് കിട്ടും. അതല്ല ഈ ഒരു റേഞ്ചിൽ ഇൻ ബിറ്റ്വീൻ ഫ്ലാറ്റ് ഓപ്പൺ ആയി ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ നമുക്ക് വേണമെങ്കിലും ചെറിയ രീതിയിൽ ഷോർട്ട് നോക്കാം. ഇവിടുന്ന് ഒരു റിവേഴ്സൽ ട്രേഡ് പോലെ നമുക്ക് നോക്കാൻ പറ്റുന്ന ഏരിയ ആണ് ഈ ഒരു റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത്. അപ്പം ചെറിയ രീതിയിലൊക്കെ ഷോർട്ട് നോക്കാൻ ഈ ഒരു ലെവലിനെ നമുക്ക് റേഞ്ചിൻ്റെ ഉള്ളിൽ റേഞ്ച് ബൗണ്ടറിയിൽ നമ്മൾ എൻട്രി എടുക്കുന്ന ആൾക്കാർക്ക് ആ രീതിയിൽ എൻട്രി വേണമെങ്കിൽ ഈ ഒരു ലെവലിൽ എടുക്കാനുള്ള ചാൻസും കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പം അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കാനുള്ള ചാൻസ് ആണ്. അതായത് 1-2 ക്യാൻഡിലും കൂടി ഈ ഒരു റേഞ്ചിൽ തന്നെ ഫോം ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന പോസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല മൂവ് മുകളിലേക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതല്ല നല്ല ഗ്യാപ്പ് ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ ഈ റേഞ്ചിന് പുറത്താണെങ്കിലും നമുക്ക് ഷോർട്ട് നോക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഷോർട്ട് നോക്കാനുള്ള ചാൻസും ഉണ്ട്.
മൂന്നാമത്തെ പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് നിൽക്കാനുള്ള ചാൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ലെവലിനും നമുക്ക് വേണമെങ്കിൽ ചെറിയ ഷോർട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട് റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു ഇവിടെ നിന്നാണെങ്കിൽ ഷോർട്ടും ഈ ഒരു സൈഡിൽ നിന്നാണെങ്കിൽ ലോങ്ങും ഈ ഒരു പോയിന്റ് വരത്തേക്ക് നമുക്ക് ലോങ്ങും നോക്കാനുള്ള അവസരങ്ങളും ഉണ്ടാവും. ഇതൊക്കെയാണ് മെയിനായിട്ട് വരാനുള്ള പോസിബിലിറ്റീസ്. ഇനിയിപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിലാണ്. അപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു ഹൈയിനെ നമുക്കൊരു നല്ലൊരു റെസിസ്റ്റൻസ് സോണായിട്ടും ഇന്നത്തെ ഒരു ലോയിനെ നമുക്കൊരു സപ്പോർട്ട് സോണായിട്ടും നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതും നിഫ്റ്റി പോലെ തന്നെ ഒരു റേഞ്ചിലാണ് ഇന്നത്തെയും ഒരു ക്യാൻഡിലുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ ക്യാൻഡിലിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലും കൂടിയാണ്. അപ്പം 8-ാം തീയതി ഫോം ചെയ്ത ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഒരു ഹൈയിലാണ് ഇന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ 1-2 ദിവസം ക്യാൻഡിൽ നിന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അതെല്ലാം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു മൂവ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ താഴേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു റേഞ്ചിലേക്കായിരിക്കും മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേണം. പിന്നെ അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് മെയിനായിട്ട് വരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിരിക്കും. അപ്പം ഇതാണ് ഡേ ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഇപ്പം 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ ഇത് ഇന്നലെയും ഇന്നും ഫോം ചെയ്ത ഒരു റേഞ്ചാണ്. ഇനിയിപ്പം താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കിപ്പം സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിനെ നമുക്ക് ചെറിയൊരു റേഞ്ചായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഇന്നലെ ഗ്യാപ്പ് അപ്പ് വന്ന ആ ഒരു ഗ്യാപ്പ് ഏരിയ ആണ്. അപ്പോൾ അത് ഫില്ല് ചെയ്യാനുള്ള ചാൻസ്, ഇപ്പോൾ താഴേക്ക് പോവുകയാണെങ്കിൽ അത് ഫില്ല് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നോക്കാം. ഇനിയിപ്പം മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്തൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ നമുക്ക് മെയിനായിട്ടുള്ള, അതായത് മെയിനായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് സോണായിട്ട് നമുക്ക് ഇതിനെ നോക്കാം. ഇത് 56,400 എന്നുള്ള ഒരു റേഞ്ചിന് നമുക്കൊരു റെസിസ്റ്റൻസ് സോണായിട്ടും കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിലും ചെറിയ സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്ക് ഈ ഒരു റേഞ്ചിനെയും കൂടി കൺസിഡർ ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞത് ഇപ്പം നാളെ ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് ഗ്യാപ്പ് അപ്പാണ്. പക്ഷേ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലും ആണെങ്കിൽ, ഈ ഒരു റേഞ്ചിന് പുറത്തും ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലും ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെറിയ രീതിയിൽ സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്ക് മാത്രമാണ് പറ്റുള്ളൂ. ഇവിടുന്ന് ഒരു എൻട്രി ഈ ഒരു പൊസിഷൻ വരെയൊക്കെ നമുക്ക് എടുക്കാം. നല്ല ലോങ് കിട്ടണമെങ്കിൽ ഈ 56,100 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി ഒന്ന് റീടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ലോങ് മൂവ് കിട്ടുള്ളൂ. അപ്പം നല്ല ഗ്യാപ്പ് അപ്പായിട്ടാണ് ഈ ഒരു റേഞ്ചിന് പുറത്താണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഇവിടെ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നല്ല ലോങ് നമുക്ക് നോക്കാം. അതല്ല ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ആണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലുമാണെങ്കിൽ ഇവിടെയൊക്കെ ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോവുകയാണെങ്കിലും നമുക്ക് ഒരു ലോങ് നോക്കാം. ഈ ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ലോങ് നോക്കാം. അതല്ല ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ റീടെസ്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷോർട്ട് ഈ ഒരു ലെവൽ വരെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ലെവൽ വരുന്ന രീതിയിൽ നമുക്ക് ഷോർട്ടും നോക്കാം. പക്ഷേ താഴേക്ക് പോകുമ്പോൾ ഞാൻ ഡെയിലി ക്യാൻഡിൽ വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞു, താഴേക്ക് പോകുമ്പോൾ പിന്നെ അടുത്ത മെയിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ്. അതുപോലെ തന്നെ ഇത് കുറച്ച് ദിവസം കൊണ്ടായി ഒരാഴ്ച നിന്ന ഒരു റേഞ്ചിലേക്ക് തന്നെ വീണ്ടും മാർക്കറ്റ് വരും. അപ്പോൾ വീണ്ടും ഒരു വലിയൊരു റേഞ്ചിലേക്ക് നമ്മുടെ ബാങ്ക് നിഫ്റ്റി മാറും. അതല്ല ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്കാണെങ്കിൽ ഒരു ബുള്ളിഷ് മൊമെൻറ്റം മാർക്കറ്റിൽ നമുക്ക് കാണാനും സാധിക്കും. അപ്പം നാളത്തെ ഓപ്പണിംഗ് എവിടെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും നമുക്ക് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുക. നല്ല മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത്, അല്ലെങ്കിൽ മിനിമം ഈ ഒരു റേഞ്ചെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് നല്ല ഒരു ബുള്ളിഷ്നെസ് നമുക്ക് കിട്ടും, അല്ലെങ്കിൽ നല്ലൊരു ലോങ് എൻട്രി നമുക്ക് കിട്ടും. അതല്ല ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഒരു വലിയൊരു റേഞ്ചിൻ്റെ ഉള്ളിലേക്കായിരിക്കും വീണ്ടും എൻട്രി ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ലെവലിൽ നിന്നൊക്കെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ലോങ് നോക്കാം. ഈ ഒരു ലെവൽ വരത്തേക്ക് നമുക്ക് ലോങ് നോക്കാം. അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു റിവേഴ്സൽ എൻട്രി ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ വരത്തേക്ക് നമുക്ക് ഷോർട്ട് നോക്കാം. അപ്പം ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നിൽക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് റേഞ്ച് ബൗണ്ടിൽ ഉള്ള എൻട്രീസ് നമുക്ക് ഈ ഒരു കേസിൽ നോക്കാനുള്ള ചാൻസും ഓപ്പർച്യൂണിറ്റിയും കിട്ടും.
അപ്പം ശരിക്കും നല്ല ലോങ് പോകണമെങ്കിൽ ഈ 56-100 ക്രോസ് ചെയ്താലാണ് നല്ലൊരു മൂവ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം ഇതാണ് ഇപ്പം 50 മിനിറ്റ്സിൻ്റെ ചാർട്ട് നോക്കിയിട്ട് ബാങ്ക് നിഫ്റ്റി നമുക്ക് നാളത്തെ ഒരു ഇത് പറയാൻ പറ്റുന്നത്. താങ്ക് യു.